ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റൂമിൽ കയറി കിടന്നുറങ്ങുകയാണ് സുധി. അപ്പോൾ സച്ചി വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, മാറി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രവി വന്നിട്ട് ഇടപെടുന്നുണ്ട്. മോനെ, അവൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കാന്നല്ല പറഞ്ഞു. ഇപ്പോൾ തൽക്കാലം എൻ്റെ റൂമിൽ പോയി കിടക്ക്, എന്നിട്ട് ഒരു പായം തലന് ഇങ്ങ് എടുത്തോ എന്ന് പറയാട്ടോ. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അത് വേണ്ട അച്ഛാ, അച്ഛൻ ഹാളിലൊന്നും കിടക്കണ്ട, ഞങ്ങൾ പോയി ടെറസിൽ കിടന്നോളാം. രേവതി, നീ ഒരു പായം തലനെ എടുത്ത് ടെറസിലേക്ക് പോന്ന് പറയണേ. എന്നിട്ട് സച്ചി ശ്രുതിയോട് പറയും, വിജയിച്ചൊന്നും കരുത്തണ്ട, തൽക്കാലത്തേക്കാ, നിങ്ങൾ പോയി സുഖമായിട്ട് കിടന്നുറങ്ങ് എന്നും പറഞ്ഞ് സച്ചിയും പോവാണ് കേട്ടോ. ആ സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം വരികയാണേ. അങ്ങനെ സച്ചി പോയതിനു ശേഷം ചന്ദ്ര ശ്രുതിയെടുത്ത്, ഓ സമാധാനായി, ഞാൻ വിചാരിച്ചു പുറത്തു പോയി കിടക്കേണ്ടി വരുമെന്ന്. എന്തായാലും അങ്ങനെയൊന്നും നടന്നില്ലല്ലോ, നീ സുഖമായിട്ട് പോയി കിടന്നുറങ്ങും മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ റൂമിലേക്ക് പറഞ്ഞയക്കണേ. തുടർന്ന് സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, ഭർത്താവ് ഒരു ഡ്രൈവർ ആയതുകൊണ്ട് സ്വന്തം സ്വപ്നങ്ങൾ പോലും മറന്നിരിക്കാം. നിനക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. സ്വന്തമായിട്ട് ഒരു റൂം, കിടക്കാനൊരു കട്ടിൽ, ഇതൊക്കെ എന്നങ്ങനെ ചോദിക്കുന്ന നേരത്തെ നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കും, ഇതുവരെ സച്ചിയേട്ടാ ഞാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ. ഇതുവരെ ഇല്ല, പക്ഷേ നിനക്കും ആഗ്രഹം കാണില്ലേ, അച്ഛനെ എനിക്ക് മുറി തരാന്ന് പറഞ്ഞതാ. പക്ഷെ അച്ഛനെ ഹാളിൽ കിടത്തിയിട്ട് നമ്മൾ എങ്ങനെയാ റൂമിൽ ചെന്ന് കിടക്കുന്നത്? ഇതൊക്കെ എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെ പറയുന്നത്? എനിക്കറിയാവുന്നതല്ലേ. ുള്ള മനസ്സൊന്നും ഇവിടെ വേറെ ആർക്കും ഇല്ല. നമ്മളെ ഇവരൊക്കെ വേറെ രീതിയിലാണ് കണ്ടിരിക്കണേ. അതൊന്നും സാരമില്ല സച്ചേട്ട എന്ന് പറഞ്ഞു കൊടുക്കാട്ടോ രേവതി. തുടർന്ന് രവി ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ സമയത്ത് സുധി ജോലിക്ക് പോയോന്ന് ചോദിക്കുകയാണേ. അപ്പോ രേവതി പറയുന്നുണ്ട്, അതിന് അദ്ദേഹം ഉണർന്നിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പറയും, നീ എന്തിനാ അവന്റെ റൂമിൽ പോയി ഒളിഞ്ഞു നോക്കിയത്? ഞാൻ ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല, ഞാൻ മുകളിൽ പോയപ്പോ കണ്ടതാന്ന് പറയണേ. ചന്ദ്രേ, സമയം എത്രയായി നോക്കിയേ? അവന് പോയി ഷോപ്പ് തുറക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഷോപ്പ് എടുത്ത കാര്യം അവൻ മറന്നുപോയോ? ഇല്ല രവിയേട്ടാ, അവൻ ഉണർന്നു കാണും. അവൻ ഇപ്പൊ വരും രവിയേട്ടാ, കൃത്യസമയത്ത് തന്നെ അവൻ ഷോപ്പ് തുറന്നിരിക്കും. അവൻ എന്റെ മോനാ, എന്നെ കണ്ടല്ലേ അവൻ പഠിച്ചത് എന്നങ്ങ് പറഞ്ഞത് നമ്മുടെ രവിക്കാണെങ്കിൽ തരിപ്പ് പോവാണ് കേട്ടോ. എന്തോ നടി ഇത് എന്നും പറഞ്ഞ് കൈ കൂപ്പിയിട്ട് പറയുന്നുണ്ട്, ചിരിപ്പിക്കല്ലേ.